ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനത്തെ വിശേഷങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയൊരു പരിപാലനമൊക്കെ കൂടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ഇന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ അറിയാമല്ലോ, കുറേ ദിവസത്തിന് ശേഷം നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക, ഒന്ന് നമ്മുടെ ആ ഒരു സൂക്കേടൊക്കെ റിക്കവർ ചെയ്ത് വന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്തും നമ്മളെ അറിയാമല്ലോ, നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ 2 തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങൾ ഒരു തള്ളക്കോഴിക്ക് ഇട്ട് കൊടുത്താട്ടോ. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, 20 കുഞ്ഞുങ്ങളോളം ഉണ്ട് കേട്ടോ. അപ്പോൾ 20 കുഞ്ഞുങ്ങളോളൊന്നും നമ്മളെ തള്ളക്കോഴിക്ക് എന്താ പറയുക, ഒരു ചൂട് മാത്രം പോരാ ഈ ഒരു 20 കോഴിക്കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മളൊരു ബൾബും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ചൂടൊക്കെ കിട്ടിയിട്ടാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ ഏകദേശമൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇപ്പോൾ ബൾബ് നമ്മൾ കുറച്ചായിട്ടുള്ളൂ നമ്മൾ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 1 മാസവും എന്നേക്ക് 4 ദിവസമായിട്ടോ. അപ്പോൾ അതിൽ മിക്സഡ് ആണ്, 1 മാസമായ കുഞ്ഞുങ്ങളുണ്ട്, 1 മാസം ആവാനായ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇന്നലെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്, 2 സിം ഉണ്ട് മനുഷ്യൻ്റെ ഫോണിൽ. അപ്പോൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് തന്നെ നമ്മുടെ തള്ളക്കോഴികൾ ഇത്രയും കുഞ്ഞുങ്ങൾ എന്താ പറയുക, കറക്റ്റ് അവർക്ക് ആ ഒരു ചൂട് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉഷാർ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ, ഇപ്പോൾ എനിക്കൊന്ന് 1 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ നമ്മൾ കൂട്ടിൽ നിന്നിട്ടും ബൾബൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ വലുതായി വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബൾബ് ഒഴിവാക്കിയത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഒരു ബൾബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ മഴ ചെറുതായിട്ടൊന്ന് ഒരു വെയിലൊക്കെ ആയി വന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് നമ്മൾ രാവിലെ വെള്ളം എന്താ പറയുക 500 ലിറ്ററിൻ്റെ കുപ്പിയിലാട്ടോ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ കുപ്പിയിൽ വെള്ളം വെച്ച് കൊടുക്കാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ലൈറ്റ് ചൂടായിട്ട് നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ കൊടുക്കുന്നതാണ് ഈ പച്ചമഞ്ഞൾ, കഞ്ഞിക്കൂർക്കൽ, വെളുത്തുള്ളി, തുളസിയില. ഇത് 3 നന്നായിട്ട് ചതച്ച് മിക്സീൻ്റെ ജാറിൽ ചെറിയ ജാറിലിട്ട് നന്നായി ചതച്ച് അരച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. ഒരു 3 ദിവസമൊക്കെ കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പ് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ വലിയ കോഴികൾക്കും ഇത് തന്നെയാണ് കേട്ടോ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ പുറത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വലിയ കോഴികളൊക്കെ ഈ അറിയാലോ, വെള്ളം എവിടെ കണ്ടാലും അവർ കൊത്തി കഴിക്കും. അപ്പോൾ എന്നാലും ഞാൻ ഒരു പാത്രത്തിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ പുറത്ത് ഭാഗത്തും വെള്ളം വെച്ചിട്ടുണ്ട്. അവർ പുറത്തേക്ക് അയച്ചു വിടുന്നതുകൊണ്ട് തന്നെ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു അരപ്പിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂടിൻ്റെ വലൻ്റെ ഉള്ളിലും പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലും ആ ഒരു അരപ്പിട്ടിട്ടാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതേപോലെ ഇലയൊക്കെ കിട്ടാനുള്ളത് കൊണ്ട് കിട്ടാനില്ലാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി അങ്ങനെ എന്തെങ്കിലും കൊടുക്കലാട്ടോ. പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ എന്നും ഈ ഒരു വെള്ളം തന്നെയാട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു മഴക്കാലത്തും കോഴിക്കുഞ്ഞുങ്ങൾ എന്താ പറയുക അസുഖമൊന്നുമില്ലാതെ ഇങ്ങനെ വരുന്നതും. അപ്പോൾ ഈ ഒരു കറക്റ്റായിട്ട് അവർക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെയെന്ന് വെച്ചാൽ അവരെ കൂട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, കൂട്ടിലേക്ക് വെള്ളം എത്താത്ത രീതിക്ക് കൂട് നല്ല പൊന്തിച്ച് വെക്കുകയും അല്ലെങ്കിൽ നനയാത്ത രീതിക്ക് ആ ഒരു ഇവരെ കൂടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയോ ചെയ്യുക. അവിടെയൊക്കെ കൂടിൻ്റെ ഉൾഭാഗമൊന്നും നനയില്ല കേട്ടോ. പിന്നെ അതുമല്ല നെറ്റ് കൂടിൻ്റെ അടിഭാഗം മൊത്തം നെറ്റാണ്. പിന്നെ ഈ ഒരു കാഷ്ടൊന്നും തങ്ങി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഈ അടുത്ത് കുട്ടികളുള്ള ടൈമിന് തന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ തള്ളക്കോയിൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വലൻ്റെ ഉൾഭാഗമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു ഓട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ തള്ളക്കോയി പുറത്തിറങ്ങുമ്പോൾ ഇവരും ഏതെങ്കിലുമൊക്കെ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ പുറത്തേക്ക് അയച്ചു വിടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ ആയതുകൊണ്ട് തന്നെ
പുറത്തേക്ക് അയച്ചു വിടുന്നില്ല. ഇപ്പോൾ തള്ളക്കോയിനെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ കൂട്ടുന്ന പുറത്താക്കും, ഇവരെ കൂട്ടത്തിലിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു മഴക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ് അവരെ ചൂട്. തള്ളക്കോയിനെ രാവിലെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് ഒരു 2-3 ആഴ്ച പ്രായമൊക്കെ 2 ആഴ്ച പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തള്ളക്കോയിനെ പുറത്തേക്ക് അയച്ചു വിടും കേട്ടോ, പുറത്തേക്ക് തുറന്നു വിടും. ചിലവർ അല്ലെങ്കിൽ എന്താ പറയുക ആകെ ചിക്കി ആ തീറ്റയൊക്കെ നാശമാക്കും. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കറക്റ്റ് ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബൾബ് ഓഫാക്കാം, ഇല്ലെങ്കിൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ ബൾബ് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിവിടെ ശ്രദ്ധിക്കുന്നത്. പിന്നെ കറക്റ്റ് ആ ഒരു വെള്ളം ലൈറ്റ് ചൂടിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് വെള്ളം കറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ തീറ്റ അവർക്ക് കൊത്തി കഴിക്കാൻ എപ്പോഴും ഞാൻ സ്റ്റാർട്ടർ തന്നെ നമ്മൾ അവരെ കൂട്ടിനുള്ളിൽ വെച്ച് കൊടുക്കുന്നു കേട്ടോ. പിന്നെ കൂട് നന്നായിട്ട് നനയാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും ഇവിടെ അങ്ങനെ തന്നെയാണ്. കൂട് ഗ്രില്ലായതുകൊണ്ട് നനവും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ ഈ കാഷ്ടമൊന്നും ആയിട്ട് അങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ച് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാഷ്ടം നെറ്റിന് കൂടെ ആയതുകൊണ്ട് കാഷ്ടം അങ്ങനെ തന്നെ കൂടിൻ്റെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ പപ്പായൻ്റെ ഇല നമ്മൾ കൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും, വലിയ കോഴികൾക്ക് കൊടുക്കും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സ്റ്റാർട്ടറിനൊപ്പം നമ്മൾ കൊടുക്കും പപ്പായൻ്റെ ഇലയൊക്കെ. പിന്നെ വിമറാൾ നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉറ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമ്മളവരെ നേരിട്ട് കൊടുക്കാറില്ല, അവരെ കുടിക്കുന്ന വെള്ളത്തിൽ ഉറ്റിച്ച് കൊടുക്കുക. അപ്പം ഏകദേശം വലിയ കുപ്പിയിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 500 ലിറ്ററിൻ്റെ കുപ്പിയിലാട്ടോ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു കണക്ക് കിട്ടും. പിന്നെ ഒരു വെള്ളം മൊത്തം അവർ കുടിച്ച് തീർക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുപ്പിയിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക സിമ്പിളായിട്ട് ആ ഒരു വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ചെയ്താൽ മതി. എന്നാൽ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ടവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇന്നും കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോളാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എന്തെങ്കിലും വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ റീപ്ലൈ തന്നാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ പുതിയ മെമ്പേഴ്സൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.